സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചു. അനൂജ് അഗ്നിഹോത്രി 1ാം റാങ്കും രാജേശ്വരി സുവെ 2ാം റാങ്കും നേടി. മലയാളിയായ ആർ ശ്രുതിക്കാണ് 18ാം റാങ്ക്. തൗഫീഖ് അസ്ലം ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. തൗഫീഖ്, ഈ 1ാം റാങ്കുകാരൊക്കെ ഏത് സ്വദേശികളാണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജീന, അനൂജ് അൽഹോത്രക്കാണ് 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. 2ാം റാങ്കായിട്ടുള്ളത് രാജേശ്വരി സുവോയ്ക്കും 2ാം റാങ്ക് നേടിയിട്ടുണ്ട്. 3ാം റാങ്കായിട്ടുള്ളത് അഗാൻഷു ധൂളിനാണ് 3ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. മലയാളികളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ആദ്യ 10ൽ മലയാളികൾ ആരും ഇത്തവണ ഇടം പിടിച്ചിട്ടില്ല. മലയാളികളായ ശ്രുതി 18ാം റാങ്ക് നേടിയിട്ടുണ്ട്. ഒപ്പം മലയാളിയായിട്ടുള്ള ഒരു ജയസ് ശ്രീജ 57ാം റാങ്കും നേടിയതായിട്ട് കൂടി പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് സ്വദേശിയായ അജയ് ആർ രാജിന് 109ാമത് റാങ്കും ലഭിച്ചിട്ടുണ്ട്. മലയാളിയായ സിദ്ധാർത്ഥ് എം ജോയി 271ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിവിൽ സർവീസിൽ കൂടി ഇത്തരമൊരു റാങ്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ജന്മനാ കാഴ്ച പരിമിതിയുള്ള അജയ് ആർ റായിയുടേത് ഇത്തവണത്തേത് തിളക്കമുള്ള വിജയം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. IAS-നും അതോടൊപ്പം തന്നെ IFS-നും IPS-നും അടക്കം 23 പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്താനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 958 പേരാണ് ആകെ ഇത്തവണ സിവിൽ സർവീസിൽ പരീക്ഷയിൽ വിജയിച്ച് അന്തിമ പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയും ചെയ്യും. പ്രിലിമിനറി, അതോടൊപ്പം തന്നെ മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നീ 3 ഘട്ടങ്ങൾക്ക് ശേഷം ഇതിന്റെ ഫലത്തിനായിട്ട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയായിരുന്നു. ഇത്തവണയും സമയത്ത് തന്നെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഒരു മലയാളികളായിട്ടുള്ള ആദ്യ 10ൽ മലയാളികൾ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. മറ്റു താഴെ